മതത്തെ നമുക്കിണങ്ങുന്ന കുപ്പായമാക്കരുത്. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 39 വരെ. ധ്യാനത്തിനായിട്ട് 28-ാം വാക്യം. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. ഒരിക്കലൊരു വീട്ടമ്മ പടങ്ങൾ വിൽക്കുന്നൊരു കടയിൽ ചെന്ന് സുപ്രസിദ്ധമായ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രിൻ്റ് ചെയ്ത് ഒരു കോപ്പിക്ക് ഓർഡർ കൊടുത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് അവർ ആ കടയിൽ ചെന്നു. അവർ ആവശ്യപ്പെട്ട ചിത്രം കടയുടമസ്ഥൻ എടുത്തു കൊടുത്തു. അവർ ചിത്രം നിവൃത്തി നോക്കി. പെട്ടെന്ന് അവരുടെ മുഖം മ്ലാനമായി. അത്യന്തം നിരാശയോടെ അവർ ചോദിച്ചു, വേറെ ഏതെങ്കിലും നിറത്തിൽ ഈ ചിത്രം പ്രിൻ്റ് ചെയ്ത് കൂടായിരുന്നോ? ഈ നിറം എൻ്റെ വീടിനുള്ളിലെ നിറത്തോട് പൊരുത്തപ്പെടുകയില്ല. ദൈവവിശ്വാസികളെന്ന് പറയുന്നവരിൽ പലരും ഇതുപോലെ നിരാശപ്പെടുന്നവരാണ്. തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളറയിലെ നിറത്തോട് മതത്തെയും ദൈവവിശ്വാസത്തെയും പൊരുത്തപ്പെടുത്തുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഏറെക്കുറെ പൊരുത്തപ്പെടുത്തിക്കൊണ്ടാണ് പലരും ജീവിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിൻ്റെ നിറത്തിന് അഥവാ ജീവിത രീതിക്ക് ഇണങ്ങുന്ന വിധത്തിൽ അവർ മതത്തിനും ദൈവവിശ്വാസത്തിനും നിറം പിടിപ്പിക്കുന്നു. അതിൻ്റെ പരിണിതഫലം എന്താണെന്നോ? മതത്തിൻ്റെ അസൽ നിറം, അതായത് ജീവൻ, നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള നിർജീവമായ ദൈവവിശ്വാസവും പേറി നടക്കുന്നവരായിരിക്കും നമ്മിൽ പലരും. സത്യവിശ്വാസത്തിൻ്റെ പേരിൽ പ്രദർശിപ്പിക്കുന്ന വാശിയും വൈരാഗ്യവുമെല്ലാം അവരവരുടെ ഇച്ഛാനുസൃതം മതത്തിന് നിറം പിടിപ്പിക്കാനുള്ള വ്യഗ്രതയല്ലേ സൂചിപ്പിക്കുന്നത്? ചിലർ സന്തോഷപൂർവ്വം ദൈവഭക്തിയാകുന്ന വസ്ത്രം എടുത്ത് ധരിക്കുന്നു. പക്ഷേ ധരിച്ചു കഴിയുമ്പോഴാണ് തങ്ങളുടെ സ്വകാര്യ ജീവിത ശരീരത്തിന് ആ വസ്ത്രം ഇണങ്ങുകയില്ലെന്ന് മനസ്സിലാകുന്നത്. അതിനാൽ തങ്ങൾക്കിണങ്ങുന്ന പാകത്തിൽ ആ വസ്ത്രം വെട്ടി ചെറുതാക്കുന്നു. അങ്ങനെ അവർക്കിണങ്ങുന്ന പാകത്തിൽ വെട്ടി ചെറുതാക്കിയ മതവും ധരിച്ചുകൊണ്ട് നടക്കുന്നവരാണ് അധിക പങ്ക് ആളുകളും. ഫലമോ യഥാർത്ഥ ദൈവവിശ്വാസം എങ്ങും കാണുന്നില്ല. ദൈവവിശ്വാസം അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരാണ് ചിലർ. ആ വിളക്കിൽ കൈയുരസുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന മാന്ത്രികൻ ആവശ്യമുള്ളതെന്തും നൽകുന്നതുപോലെ ദൈവവിശ്വാസമാകുന്ന വിളക്കിൽ ഉരസുമ്പോൾ ആവശ്യമുള്ളതെല്ലാം ലഭിക്കുമെന്ന് ധരിച്ചിട്ടുള്ളവർക്ക് നിരാശപ്പെടേണ്ടി വരും. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കൈവശമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചിലരുടെ അടുക്കിലേക്ക് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഓടിപ്പോകുന്നവരും കുറവല്ല. പക്ഷേ യഥാർത്ഥ ദൈവവിശ്വാസം അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കല്ല. നാം ആവശ്യപ്പെടുന്നത് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ദൈവത്താൽ ദൈവനീതമായ അഥവാ നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥയ്ക്ക് വിധേയമാകുന്ന ജീവിതത്തിൽ സംഭവിക്കുന്നതെന്തും ദുർവഹമായി തോന്നുന്ന കുരിശു പോലും വഹിക്കുവാനുള്ള ദൈവകൃപയാണ് നമ്മുടെ പ്രാർത്ഥന മൂലം നമുക്ക് ലഭിക്കേണ്ടത്. മതത്തെ ചെലവ് കുറഞ്ഞ ഇൻഷുറൻസായി കണക്കാക്കുന്നവരുമുണ്ട്. ക്ഷേത്രത്തിലോ പള്ളിയിലോ പോകുന്നതും വഴിപാടുകൾ അർപ്പിക്കുന്നതും പള്ളിക്ക് 10 കൊടുക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതുമെല്ലാം ആ ഇൻഷുറൻസിനെ അവർ അടയ്ക്കുന്ന പ്രീമിയങ്ങളാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് ഈ ചെലവ് കുറഞ്ഞ ഇൻഷുറൻസ് പര്യാപ്തമല്ല. ജീവിതത്തിൻ്റെ മുമ്പിൽ പ്രതിബന്ധമായി നിൽക്കുന്ന പാറക്കെട്ടുകളും കുന്നുകളും ഇളക്കി മുറിച്ച് തട്ടിനിരത്തി പാത നേരെയാക്കുന്ന ബുൾഡോസറായി മതത്തെയും ദൈവഭക്തിയെയും കണക്കാക്കുന്നവരുമുണ്ട്. പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത സുഗമമായ മാർഗമായിരിക്കാം നാം അഭിലഷിക്കുന്നത്. പക്ഷേ ജീവിതം അങ്ങനെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ജീവിത വീക്ഷണത്തിലും ആന്തരിക ജീവിതത്തിലും പരിവർത്തനമുണ്ടാകണം. നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ആത്മീയ ശക്തിയാണ് ദൈവവിശ്വാസം. പ്രാർത്ഥന മൂലം നമുക്ക് സിദ്ധിക്കുന്നത് അഥവാ സിദ്ധിക്കേണ്ടതും അതുതന്നെ. ഓർക്കണമേ, ദൈവഹിതത്തോട് ഒന്നാകുന്നതാണ് അനുസരണം. തൽഫലമായി ദൈവം തീരുമാനിക്കുന്നതെല്ലാം അയാളും തീരുമാനിക്കുന്നു. റോമർക്ക് ലേഖനം 8:5. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.